ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. കവിതയുടെ വീട്ടുകാർ സുഭാഷിന്റെ വീട് കാണാനായി വരികയാണ്. കാറിൽ നിന്ന് ഇറങ്ങിയ കവിതയുടെ അച്ഛനും അമ്മയും എല്ലാവരും ചുറ്റും നോക്കുകയാണ്. സന്തോഷത്തോടുകൂടി ഉമ്മറത്തേക്ക് വരികയാണ് ഭാസ്കരനും സുഭാഷും അനുജന്മാരും. ഭാസ്കരൻ പറയുന്നു, നമസ്കാരം. വരണം വരണം. എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? അതെ, നോക്കി നിന്നാൽ പകിട്ട് കൂടുകയൊന്നുമില്ല. ഇതിങ്ങനെയാ. ഇത് കേട്ട് പുഞ്ചിരിച്ച് കവിതയുടെ അച്ഛൻ പറയുന്നു, നമസ്കാരം. ഭാസ്കരൻ പറയുകയാണ്, പക്ഷേ ആവശ്യത്തിൽ കൂടുതൽ സ്ഥലമുണ്ട്. 4 ഏക്കർ സ്ഥലം ഈ വീടിന്റെ പുറകിലോട്ടങ്ങ് നീണ്ടു കിടക്കുക. ബ്രോക്കർ പറയുന്നു, എല്ലാം ഇവരുടെ കുടുംബക്കാരുടെ തന്നെയാ. ഒരാൾ ചോദിക്കുന്നു, കുടുംബക്കാരുടെ എന്ന് പറയുമ്പോൾ സ്വന്തമല്ലേ? സുഭാഷ് പറയുന്നു, ഈ വീടും പറമ്പും ഞങ്ങളുടെയാ, ബാക്കിയെല്ലാം വല്യച്ഛന്റെയും അമ്മായിയുടെയുമാ. ഒരാൾ പറയുന്നു, എന്നാലും ഈ കാലത്ത് അത്യാവശ്യം വെളിക്ക് പോകാൻ പറമ്പുള്ളത് നല്ലതല്ലേ? ഭാസ്കരൻ പറയുകയാണ്, പറമ്പ് അവരുടേതാണെങ്കിലും വെളിക്ക് പോകാൻ നമുക്ക് തടസ്സമൊന്നുമില്ല കേട്ടോ. ചുമ്മാ ബക്കറ്റും വെള്ളവും കൊണ്ടങ്ങ് ഇറങ്ങിയാ മതി. ഒരാൾ പറയുന്നു, അത്യാവശ്യ സ്ഥലമൊക്കെ ഉണ്ട്. ഭാസ്കരൻ പറയുകയാണ്, ചുമ്മാ കാറ്റുകൊള്ളാൻ ഇത് തന്നെ ധാരാളമല്ലേ? നികേഷ് പതിയെ ഹരീഷിനോട് ചോദിക്കുന്നു, ഏട്ടാ രാവിലെ തന്നെ അടിച്ചിട്ടുണ്ടോ? ഹരീഷ് പറയുകയാണ്, തോന്നുന്നു. അതാണ് കള്ള ചന്ദനക്കുറി. കവിതയുടെ അച്ഛൻ ചോദിക്കുന്നു, എന്താ പറയുന്നത്? പുഞ്ചിരിച്ച് ഹരീഷ് പറയുകയാണ്, ഒന്നുമില്ല, അകത്തേക്ക് കയറാമെന്ന് പറയുകയായിരുന്നു. ബ്രോക്കർ പറയുന്നു, എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങുക, എനിക്ക് ഇത്തിരി തിരക്കുണ്ടേ, നിങ്ങൾ തമ്മിൽ സംസാരിക്ക്. ഭാസ്കരൻ പറയുന്നു, ചെല്ല് അടുത്തത് നടക്കട്ടെ. അല്ല, നിങ്ങൾ അകത്തോട്ട് വാ. അങ്ങനെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവുകയാണ് ഭാസ്കരൻ. പിന്നീട് കാണിക്കുന്നത് നിധിയുടെയും സാന്ദ്രയുടെയും അരികിലേക്ക് വന്ന അരുൺ ചോദിക്കുന്നു, അല്ല നിങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണോ? വാ, ഷോപ്പിങ്ങിന് പോകാൻ സമയമായി. നിധി ചോദിക്കുന്നു, ഏട്ടത്തി ആ കഥകൊന്ന് അടയ്ക്കുമോ? സാന്ദ്ര കഥകടയ്ക്കുമ്പോൾ അരുൺ ചോദിക്കുന്നു, എന്താ? അപ്പോൾ സാന്ദ്ര പറയുകയാണ്, അവൾക്ക് എന്തോ സംസാരിക്കാനുണ്ടെന്ന്. അരുൺ പറയുന്നു, അതൊക്കെ തിരിച്ചു വന്നിട്ട് സംസാരിക്കാം, നീ വന്നേ. അരുണിന്റെ പുറത്തിട്ടടിച്ചുകൊണ്ട് നിധി പറയുകയാണ്, ചേട്ടനാണത്രേ. ഇങ്ങനെയാണോ ചേട്ടന്മാര്? അരുൺ പറയുന്നു, നിധി എന്താ ഇത്? നീ കാര്യം പറ. നിധി പറയുകയാണ്, ഒരു ചേട്ടൻ വന്നിരിക്കുന്നു. ഇങ്ങനെയാണോ ചേട്ടന്മാര്? അരുൺ പറയുകയാണ്, എനിക്ക് വേദനിക്കുന്നു, നീ കാര്യം പറ, എന്താ പ്രശ്നം? നിധി പറയുകയാണ്, വേദനിക്കാൻ വേണ്ടി തന്നെ ചെയ്തതാ. അരുൺ ചോദിക്കുന്നു, എന്തിന്? നിധി പറയുകയാണ്, ഇങ്ങനെ ഒരുത്തനാണ് എന്നെ കെട്ടാൻ വന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ ഷോപ്പിംഗും വേണ്ട കല്യാണവും വേണ്ട എന്ന് പറഞ്ഞ് എന്നെയും കൂട്ടി ഇവിടുന്ന് പോകേണ്ടതല്ലേ? അരുൺ ചോദിക്കുന്നു, അതിനിപ്പോ എന്താ ഉണ്ടായത്? നിധി ചോദിക്കാണോ, ഒന്നും ഉണ്ടായില്ല അല്ലേ? സാന്ദ്ര പറയുകയാണ്, സൂര്യ കുറച്ച് ഓവറാ, അത് തന്നെ. നിധി പറയുന്നു, നൈഫും ഫോർക്കും വെച്ച് ഇഡലി കഴിക്കണം അത്രേ, എന്റെ പട്ടി കഴിക്കും. ഞാൻ എങ്ങനെ ഇരിക്കണം, എങ്ങനെ ചിരിക്കണം, എങ്ങനെ നടക്കണം, എല്ലാത്തിലും കയറി ഇടപെടുക. എക്സ്ക്യൂസ് മീ, ഷാലൈ. ഡ്രൈവിംഗ് അറിയില്ലെങ്കിൽ എന്താ കുഴപ്പം? ഞാനാണോ ഡ്രൈവിംഗ് പഠിക്കില്ല എന്ന് പറഞ്ഞത്? എന്റെ മോളും പെങ്ങളും ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞ് പൊത്തിപ്പിടിച്ച് വളർത്തിക്കൊണ്ട് വന്നത് അച്ഛനും ഏട്ടനും അല്ലേ? എന്നിട്ടിപ്പോൾ അയാൾ എന്നെ നാണം കെടുത്തുന്നത് ഞാൻ കേട്ടു നിൽക്കണം അല്ലേ? അതെല്ലാം കേട്ട് ചേട്ടൻ അങ്ങ് ചിരിച്ചിരിക്കുക. സായിപ്പാണെന്ന് അയാളുടെ ഭാവം. ഇനി ആണെങ്കിൽ തന്നെ ഞാനെന്ത് വേണം? അയാളെ വണങ്ങി നിൽക്കണം. അരുൺ പറയുന്നു, നിധി നീ ആദ്യം ഈ അയാളെ അങ്ങേരെന്നുള്ള വിളിയൊക്കെ ഒന്ന് നിർത്ത്. കുറെ കാലം പുറത്തൊക്കെ കഴിഞ്ഞ ഒരാളല്ലേ, എന്തെങ്കിലും പ്രത്യേകതകളൊക്കെ കാണും. നിധി ചോദിക്കുന്നു, ഇന്ത്യക്ക് പുറത്ത് ജീവിച്ചാൽ എന്താ കൊമ്പ് മുളയ്ക്കുമോ? അരുൺ പറയുന്നു, എന്റെ നിധി നീ വിചാരിക്കുന്നത് പോലെ ഇത് അത്ര വലിയ വിഷയമൊന്നും അല്ല. നീ ഇത് കൂടുതൽ ആലോചിക്കുന്നത് കൊണ്ടാ. നമ്മളിങ്ങനെ അടച്ചിട്ട് സംസാരിക്കുന്നത് കണ്ടാൽ തന്നെ അവർക്ക് സംശയം ഉണ്ടാകും. നിധി ചോദിക്കുന്നു, നമുക്ക് മാത്രമുള്ള സ്പേസിൽ സംസാരിക്കാനും പാടില്ലേ? അരുൺ പറയുകയാണ്, നീ അതൊക്കെ വിട്ടെ, വാ നമുക്ക് ഷോപ്പിങ്ങിന് പോകാം. ഞാനില്ല എന്ന് പറഞ്ഞ് നിധി അവിടേക്ക് ഇരിക്കുമ്പോൾ അരുൺ പറയുകയാണ്, നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ, നമുക്ക് സംസാരിക്കാമെന്നേ. ഇങ്ങോട്ട് വന്നേ നടക്കെന്ന് പറഞ്ഞ് നിധിയെ നിർബന്ധിച്ച് അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് അരുൺ. പുഞ്ചിരിച്ച് പിന്നാലെ പോവുകയാണ് സാന്ദ്ര. തുടർന്ന് കവിതയുടെ വീട്ടിൽ നിന്ന് വന്ന ഒരാൾ പറയുന്നു, വീട് ഇത്തിരി പഴയതാണെന്ന് തോന്നുന്നു അല്ലേ പുഷ്കര? അതേന്ന് പുഷ്കരൻ പറയുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, അതിപ്പം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് കൊല്ലം എത്ര പഴക്കമുണ്ട് എന്ന് വെച്ച് പ്രൗഢി കുറയുന്നില്ലല്ലോ. ബ്രിട്ടീഷുകാര് ഇന്ത്യ വിടുന്നതിന് മുമ്പുള്ള കെട്ടിടമാ. ആ ഒരു ബഹുമാനം ഞങ്ങൾക്ക് ഈ വീടിനോടുണ്ട്. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ഒരാൾ പറയുകയാണ്, കുമ്പായം പൂശാൻ പുരാവസ്തു കേന്ദ്രത്തിന്റെ അനുമതി വേണമല്ലോ. അങ്ങനെ അവർ ചിരിക്കുമ്പോൾ ദേഷ്യത്തോടു കൂടി ഇരിക്കുകയാണ് ഭാസ്കരൻ. കവിതയുടെ അമ്മ ചോദിക്കുന്നു, അല്ല നിങ്ങൾ എല്ലാ ചേട്ടാനിയന്മാരും ഈ വീട്ടിൽ തന്നെയാണോ താമസം? അതേന്ന് സുഭാഷ് പറയുമ്പോൾ പുഷ്കരൻ പറയുകയാണ്, അപ്പൊ അച്ഛനടക്കം 5 ആണുങ്ങളല്ലേ? അതേന്ന് സുഭാഷ് പറയുമ്പോൾ ഹരീഷ് പറയുകയാണ്, അല്ല അതെന്ന് പറഞ്ഞിരുന്നു. ഭാസ്കരൻ പറയുന്നു, എന്റെ ഭാര്യ നേരത്തെ പോയായിരുന്നേ, പിന്നെ ഞാനും ഇവരും തനിച്ചായി പോയി. അതിനു മുമ്പ് ആണുങ്ങൾ മാത്രമുള്ള വീടായിരുന്നില്ല. പുഷ്കരൻ പറയുകയാണ്, അതൊക്കെ ശരി, പക്ഷെ ഇപ്പൊ പാചകമൊക്കെ സുഭാഷ് തന്നെയല്ലേ നടത്തുന്നത്? അമ്മ പറയുന്നു, അതൊന്ന് പറഞ്ഞതല്ലേ, പരിപ്പുവട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ അന്ന് പഠിപ്പിച്ചതല്ലേ? പുഷ്കരൻ പറയുകയാണ്, അതെ, പക്ഷേ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉള്ളവ എല്ലാവർക്കും വെച്ച് വിളമ്പേണ്ടത് കവിതയുടെ ഡ്യൂട്ടി ആകുമോ? കൂടെയുള്ള ഒരാൾ പറയുന്നു, എന്നാ പിന്നെ അവൾക്ക് അടുക്കളയിൽ നിന്നിറങ്ങാൻ നേരം ഉണ്ടാകില്ല, ദേഹരണം തന്നെ ദേഹരണം. അതൊന്നും വേണ്ടെന്ന് സുഭാഷ് പറയുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, പേടിക്കണ്ട, വേറെ എന്ത് വിട്ടുകൊടുത്താലും അടുക്കള മാത്രം ഇവൻ വേറെ ആർക്കും വിട്ടുകൊടുക്കത്തില്ല അല്ലേടാ? ഇത് കേട്ട് എല്ലാവരും ചിരിക്കുകയാണ്. തുടർന്ന് സുഭാഷിനെയും കൂട്ടിക്കൊണ്ട് കുറച്ചങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ് കവിതയുടെ അച്ഛനും കൂടെ വന്ന ആളും. സുഭാഷ് പറയുന്നു, നമ്മുടെ പറമ്പിന്റെ അതിരിതാ. ഒരാൾ ചോദിക്കുന്നു, അപ്പോ അതാണ് തോട്ടം അല്ലേ? അതേന്ന് സുഭാഷ് പറയുമ്പോൾ പുഷ്കരൻ പറയുകയാണ്, കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ധാരാളം നടക്കുന്നത് കൊണ്ട് പണിക്കൊന്നും കുറവുണ്ടാകില്ല അല്ലേ? സുഭാഷ് പറയുന്നു, ഇല്ല, അതിനൊന്നും കുറവില്ല. അവർ ചോദിക്കുന്നു, ജോലിയും വീടും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് ബുദ്ധിമുട്ടാകില്ലേ? പുഷ്കരൻ പറയുകയാണ്, അല്ല, മനസ്സിലാക്കിയിടത്തോളം ഈ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യുന്നത് സുഭാഷ് ആണല്ലോ. ഇപ്പോഴത്തെ പോലെ എല്ലാവരുടെയും കാര്യം നോക്കി കഴിഞ്ഞാ മതിയോ?
മതിയോ? സുഭാഷ് പറയുന്നു അതിനിപ്പോ എന്താ, എന്റെ അനിയന്മാരുടെ കാര്യങ്ങള് ഞാനല്ലാതെ പിന്നെ വേറെ ആര് നോക്കാനാ? പുഷ്കരൻ പറയുന്നു സുഭാഷെ പറയുന്നത് തെറ്റായി എടുക്കരുത്. എന്താന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ പുഷ്കരൻ പറയുകയാണ് സുഭാഷിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. പക്ഷെ ഒരു പെൺകുട്ടിയുടെ അച്ഛന്റെ ഭാഗത്ത് നിന്നാ ഞങ്ങൾ ഇപ്പൊ സംസാരിക്കുന്നത്. 5 ആണുങ്ങൾ മാത്രമുള്ള ഒരു വീട്ടിലേക്ക് ഒരു പെൺകുട്ടി അയക്കുന്നതിനെ കുറിച്ച് ഒന്ന് ആലോചിക്കണമല്ലോ. അനിയന്മാരെ നോക്കുന്നതൊക്കെ വളരെ നല്ല കാര്യം തന്നെയാ. പക്ഷെ അതിങ്ങനെ കൂടെ നിന്നിട്ട് തന്നെ വേണമെന്നില്ലല്ലോ. മാറി നിന്നാലും നോക്കാലോ. വേറൊന്നുമല്ല, കല്യാണം കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും അടുത്ത് തന്നെ വേറൊരു വീട് വെച്ച് മാറി താമസിക്കാമല്ലോ. കുടുംബം ഇവിടെ തന്നെ കഴിഞ്ഞോട്ടെ. ഇടയ്ക്ക് വന്ന് കാണുകയും ചെയ്യാലോ അല്ലെ? അനിയന്മാരെ നോക്കാൻ അച്ഛനുണ്ടല്ലോ. എന്തേ, അതല്ലേ നല്ലത്? പുഞ്ചിരിച്ച് സുഭാഷ് പറയുന്നു നിങ്ങളുടെ ടെൻഷനൊക്കെ എനിക്ക് മനസ്സിലാകും. പക്ഷേ ഈ വീടും എന്റെ അനിയന്മാരെയും വിട്ടിട്ട് ഞാൻ എങ്ങോട്ടും പോകാൻ പോകുന്നില്ല. എനിക്ക് ഒറ്റയ്ക്കായിട്ടൊരു ജീവിതം ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ടാകില്ല. അവർ പറയുന്നു ഞങ്ങള് മാത്രമല്ല വേറെ ഏത് പെണ്ണിന്റെ വീട്ടുകാരായാലും ഇങ്ങനെ ആലോചിക്കൂ. സുഭാഷ് പറയുന്നു അയ്യോ, അതിന് നിങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞത് ശരിയാ. പക്ഷേ എനിക്ക് എന്റെ ശരികളും പ്രധാനമല്ലേ? നിങ്ങൾ വന്നപ്പോൾ കണ്ട ഏറ്റവും താഴെയുള്ള അനിയനില്ലേ നികേഷ്, അവനും ഞാനും തമ്മില് 12 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അച്ഛന്റെ സ്ഥാനത്തായിരുന്നു ഞാൻ ചെറുപ്പം മുതലേ. ഇപ്പോഴും ചില ദിവസങ്ങളില് അടുത്ത് ചെന്ന് കിടന്നില്ലെങ്കിലേ ഉറക്കം വരില്ല ചെറുക്കന്. മറ്റുള്ളവരുടെ കാര്യവും അങ്ങനൊക്കെ തന്നെയാ. അവരെയൊന്നും കാണാതെയും അവരോടൊപ്പം കഴിയാതെയും എനിക്കൊരു ജീവിതമില്ല. ക്ഷമിക്കണം, അവരെ ഉപേക്ഷിച്ചാലേ എനിക്ക് നല്ലൊരു ജീവിതം കിട്ടുമെങ്കിൽ എനിക്ക് ആ നല്ല ജീവിതം വേണ്ട സർ. അങ്ങനെ സുഭാഷ് അവിടെ നിന്ന് പോകുമ്പോൾ പുഷ്കരൻ പറയുന്നു കവിതയ്ക്ക് ഇഷ്ടമായതല്ലേ, നമുക്ക് ആലോചിക്കാം. പിന്നീട് കാണിക്കുന്നത് ഷോപ്പിങ്ങിന് പോകാനായി ഇറങ്ങുകയാണ് സൂര്യയും വരുണും ലക്ഷ്മിയും. സാന്ദ്ര പറയുന്നു ടെക്സ്റ്റൈൽ ഷോപ്പിൽ വെച്ച് എങ്ങനെ പെരുമാറുമെന്ന് നോക്കാലോ, വാ. കാറിന്റെ അരികിൽ നിൽക്കുന്ന സുധീഷ് മനസ്സിൽ പറയുന്നു എങ്ങനെ ഇപ്പൊ ഒന്ന് സംസാരിക്കുക. അവിടേക്ക് വന്ന സൂര്യ പറയുകയാണ് ഡ്രൈവർ വണ്ടി എടുക്ക്. സൂര്യയും വരുണും സാന്ദ്രയും ലക്ഷ്മിയും എല്ലാം കാറിലേക്ക് കയറുമ്പോൾ പിന്നാലെ വരുന്ന നിധിയെ തന്നെ നോക്കി നിൽക്കുകയാണ് സുധീഷ്. ഹായ് എന്ന് പറഞ്ഞ് സുധീഷ് കൈ കാണിക്കുന്നുവെങ്കിലും ആരും ശ്രദ്ധിക്കുന്നില്ല. ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്ന സുധീഷ് കണ്ണാടിയിലൂടെ നിധിയെ നോക്കുകയാണ്. സുധീഷ് മനസ്സിൽ പറയുന്നു ഇതെന്താ കണ്ട പരിചയം പോലും കാണിക്കുന്നില്ലല്ലോ, എന്നെ മറന്നു കാണുമോ? സൂര്യ ചോദിക്കുന്നു എന്താ ഇത്ര താമസം? സുധീഷ് പറയുന്നു താമസമൊന്നും ഇല്ല സർ, ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് വണ്ടി എടുക്കാമെന്ന് വിചാരിച്ചതാ, തെറ്റൊന്നും വരരുതല്ലോ. അങ്ങനെ വണ്ടി എടുക്കുകയാണ് സുധീഷ്. പിന്നീട് കാണിക്കുന്നത് സുഭാഷിന്റെ വീട്ടിൽ നിന്നും പോകാനായി ഇറങ്ങുകയാണ് കവിതയുടെ വീട്ടുകാർ. പുഷ്കരൻ പറയുന്നു എന്നാ ശരി. ഭാസ്കരൻ പറയുന്നു ഓ ആയിക്കോട്ടെ. കവിതയുടെ വീട്ടുകാർ കാറിൽ കയറി അവിടെ നിന്ന് പോവുകയാണ്. ശിവനെ എന്ന് വിളിച്ച് ചന്ദനക്കുറി മായ്ച്ചു കളഞ്ഞ് വീടി എടുത്ത് വലിക്കുകയാണ് ഭാസ്കരൻ. നികേഷ് പറയുന്നു ഇത്തവണ കോൾ അടിച്ചെന്ന് തോന്നുന്നു അല്ലേ സുബേഷ് ചേട്ടാ? ചെറുക്കന്റെ സ്വഭാവം നല്ലതാണെന്നേ അവരടക്കം പറയുന്നത് ഞാൻ കേട്ടു. ഹരീഷ് ചോദിക്കുന്നു അല്ല മാറ്റി നിർത്തി സംസാരിച്ചത് എന്താ ചേട്ടാ? സുഭാഷ് പറയുന്നു ഏയ് ഒന്നുമില്ല, ചുമ്മാ സംസാരിച്ചതാ. നികേഷ് പറയുകയാണ് അപ്പൊ കല്യാണം നടക്കുമെന്ന് തോന്നുന്നു അല്ലേ? ചുമ്മാ ഇരിയടാന്ന് പറഞ്ഞ് സുഭാഷ് വിഷമത്തോടുകൂടി അകത്തേക്ക് പോവുകയാണ്. ഹരീഷും നികേഷും സന്തോഷത്തോടു കൂടി നിൽക്കുന്നു. ഭാസ്കരൻ അവിടെ ഇരുന്ന് മദ്യപിക്കുകയാണ്. തുടർന്ന് കണ്ണു നിറഞ്ഞ ജനലിന്റെ അരികിലേക്ക് വന്ന സുഭാഷ് ഓർക്കുകയാണ് കവിതയുടെ അച്ഛന്റെ വാക്കുകൾ. കല്യാണം കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും അടുത്തൊരു വീട് വെച്ച് താമസിക്കാമല്ലോ, കുടുംബം ഇവിടെ തന്നെ കഴിഞ്ഞോട്ടെ. തുടർന്ന് കാർ ഡ്രൈവ് ചെയ്യുന്ന സുധീഷ് ഇടയ്ക്കിടയ്ക്ക് നിധിയെ നോക്കുകയാണ്. നിധിയും മറ്റാരും ഇത് ശ്രദ്ധിക്കുന്നില്ല. സാന്ദ്ര പതിയെ പറയുന്നു നിധി ഇന്ന് നീ സൂര്യയോട് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കാൻ നോക്ക്. ഷോപ്പിങ്ങിനിടയില് സമയം ഉണ്ടാക്കി നിന്നെ പറ്റി പറയാനുള്ളതും നിനക്ക് പറയാനുള്ളതും എല്ലാം പറയണം. അപ്പൊ അറിയാം സൂര്യ എങ്ങനെയുള്ള ആളാണെന്ന്. ചിലപ്പോൾ വിചാരിക്കുന്ന ആളൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ റൊമാൻസിന്റെ അങ്ങേയറ്റത്തായിരിക്കും. ഒന്ന് പോസിറ്റീവായിട്ട് ആലോചിച്ചു നോക്ക്. ലക്ഷ്മി ചോദിക്കുന്നു എന്താ നാത്തുമാര് തമ്മിലൊരു സ്വകാര്യം? ഒന്നുമില്ലാന്ന് സാന്ദ്ര പറയുമ്പോൾ ലക്ഷ്മി ചോദിക്കണം എന്താ നിധി? നിധി പറയുകയാണ് ഏയ് ഒന്നുമില്ല ആന്റി. നിധി പുഞ്ചിരിച്ച് പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ സുധീഷ് മനസ്സിൽ പറയുകയാണ് എന്ത് നല്ല ചിരിയാ. അങ്ങനെ സുധീഷ് ഒരു ചിരി കണ്ടാൽ കടി കണ്ടാൽ അത് മതി എന്നുള്ള പാട്ട് പാടുകയാണ്. സൂര്യ പറയുന്നു ഡ്രൈവർ കോൺസെൻട്രേറ്റ്, പാട്ട് പാടാനായിരുന്നെങ്കിൽ വീട്ടിൽ പോയിരുന്നാ മതിയായിരുന്നല്ലോ. സുധീഷ് പറയുന്നു സോറി സർ. അങ്ങനെ പുഞ്ചിരിച്ച് നിധിയെ നോക്കുകയാണ് സുധീഷ്. പിന്നീട് കാണിക്കുന്നത് കവിതയുടെ വീട്ടിൽ നിന്നും വന്ന അമ്മാവൻ പറയുന്നു പീറ്ററെ വണ്ടി ഒതുക്കിയേ. എന്താ അളിയാന്ന് പുഷ്കരൻ ചോദിക്കുകയാണ്. ഡ്രൈവർ വണ്ടി ഒതുക്കുമ്പോൾ അമ്മാവൻ പറയുന്നു പയ്യെ നമുക്ക് ഓക്കെയാണ്, പക്ഷേ നമ്മൾ കാണുന്നത് പോലെ ആകണമെന്നില്ലല്ലോ സംഗതി. നമുക്കറിയാത്ത കുഴപ്പം വല്ലതും ആ പയ്യനോ വീട്ടുകാർക്കോ ഉണ്ടോന്ന് അറിയണമല്ലോ. ബ്രോക്കർമാര് മാത്രം പറയുന്നത് വിശ്വസിച്ച് ഒരു പെണ്ണിനെ ഇറക്കി വിടാൻ പറ്റുമോ? ഞാനും പുഷ്കരനും കൂടി ഒരു ചായ ഒടിക്കാനുള്ള മട്ടിൽ ആ കടയിലേക്ക് ചെല്ലാം, നൈസായിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയാം. കവിതയുടെ അമ്മ പറയുന്നു ഞാനും വരാം, വാ ചേച്ചി. അങ്ങനെ അവരും കടയിലേക്ക് പോവുകയാണ്. രാജേട്ടന്റെ കടയിലേക്ക് വന്ന് അമ്മാവൻ പറയുന്നു ഒരു 4 ചായ. രാജൻ പറയുകയാണ് ഒരു 4 ചായ ഒഴിച്ചു കൊടുത്തേ, കടി എന്തെങ്കിലും വേണോ? വേണ്ടെന്ന് അവർ പറയുമ്പോൾ രാജൻ പറയുന്നു മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടില്ലല്ലോ. പുഷ്കരൻ പറയുകയാണ് ഞങ്ങൾ ഈ നാട്ടുകാരല്ല. അമ്മാവൻ പറയുകയാണ് അങ്ങനെ തീർത്തു പറയാൻ പറ്റത്തില്ല, അധികം വൈകാതെ ഈ നാടുമായിട്ട് ഒരു ബന്ധുത്വം ഉണ്ടാകും. ഞങ്ങളുടെ പെൺകുട്ടിക്ക് ഒരു കല്യാണാലോചന ചെറുക്കന്റെ വീട്ടിലേക്ക് വന്നതാ. രാജൻ ചോദിക്കുന്നു ഈ നാട്ടിലോ? ആരെ? പുഷ്കരൻ പറയുന്നു അതെ, ഈ മേസ്തിരിക്ക് പണിക്ക് പോകുന്ന സുഭാഷ് ഇല്ലേ, അറിയുമോ? രാജൻ പറയുകയാണ് അറിയുമോന്നോ? അങ്ങനെ അവിടെ പത്രം വായിച്ചിരിക്കുന്ന ഗംഗാധരനെ നോക്കുകയാണ് രാജൻ. പുഷ്കരൻ പറയുന്നു അല്ല, ഒരു പെണ്ണിനെ കൊടുക്കുമ്പോൾ ആ നാട്ടിലൊന്ന് അന്വേഷിക്കണമല്ലോ, അതാ. ചെറുക്കൻ എങ്ങനെയുണ്ട്? രാജൻ പറയുന്നു ചെറുക്കൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അമ്മ ചോദിക്കുന്നു
പറയുന്നു അല്ല എന്താ ഒരു പക്ഷേ. രാജൻ പറയുകയാണ് ഞാൻ എന്തിനാ പറയുന്നത്, ദേ ചെറുക്കന്റെ വലിയച്ഛനാ ഇരിക്കുന്നത്, നേരിട്ട് ചോദിച്ചോ. ഗംഗാധരന്റെ അരികിലേക്ക് ചെന്ന് അമ്മ ചോദിക്കുന്നു അതെ സുഭാഷിന്റെ വലിയച്ഛനാണോ. ഗംഗാധരൻ പറയുന്നു അതെ, അവന്റെ തന്തയും എന്റെ അച്ഛനും അമ്മയ്ക്കും ജനിച്ചവനായി പോയി. നിങ്ങൾ നന്നായിട്ട് ആലോചിച്ച് തന്നെയാണോ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചത്. പുഷ്കരൻ ചോദിക്കുന്നു എന്തേലും പ്രശ്നമുണ്ടോ. ഗംഗാധരൻ പറയുന്നു അവിടെ കണ്ടില്ലേ ഭാസ്കരൻ, അവന്റെ അച്ഛനെ അവൻ കുറച്ചുകാലം ജയിലിലായിരുന്നു. കൊലയാളി ഭാസ്കരൻ എന്നായിരുന്നു അന്ന് വിളിപ്പേര്. സ്വന്തം ഭാര്യയെ ചവിട്ടിക്കൊന്നത് ഈ സുഭാഷിന്റെ അമ്മയെ. അതിനുശേഷം എവിടുന്നോ ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് കുറെ കാലം പാർപ്പിച്ചു. ഇപ്പൊ അതിനെയും കാണാനില്ല. ഇനി അതിനെയും കൊന്നൊന്ന് ആർക്കറിയാം. ആ തന്തയ്ക്കും മക്കൾക്കും എന്തും ചെയ്യാൻ കഴിയുമെന്നുള്ളതിന്റെ അഹങ്കാരമാ. ഇല്ലെങ്കിൽ എനിക്കും എന്റെ പെങ്ങൾക്കും അവകാശപ്പെട്ട ആ വീട് കൈയടക്കി ഒറ്റയ്ക്ക് താമസിക്കുമോ. വിട്ടു കൊടുക്കില്ല ഞങ്ങള്. കോടതിന്ന് വിധി വരട്ടെ. പോലീസിനെ കൂട്ടിച്ചെന്ന 5 എണ്ണത്തിനെയും കഴുത്തിന് പിടിച്ച് പുറത്താക്കും. എടോ ചായക്കാശ് പറ്റിലെഴുതിക്കോന്ന് പറഞ്ഞ ഗംഗാധരൻ അവിടെ നിന്ന് പോവുകയാണ്. അമ്മ ഏട്ടാന്ന് വിളിക്കുമ്പോൾ അമ്മാവൻ പറയുന്നു അത് കൊള്ളാലോ, നമ്മളെ പറ്റിക്കാൻ നോക്കിയോ വാ. രാജൻ പറയുന്നു അതേ ചായ. അവർ തിരിഞ്ഞു നോക്കാതെ പോവുകയാണ്. രാജൻ പറയുകയാണ് അപ്പം ഈ ചായക്കാശും ഗംഗേട്ടന്റെ പറ്റില്. ഗംഗേട്ടൻ ചായ 50. പിന്നീട് കാണിക്കുന്നത് ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് വരികയാണ് നിധിയും സൂര്യയും വീട്ടുകാരും. സാന്ദ്ര പറയുന്നു പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അവസരം ഉണ്ടാക്കി സംസാരിക്കണം, പോസിറ്റീവായിട്ട് ചിന്തിക്കണം. തുടർന്ന് സെയിൽസ് ഗേൾ പറയുന്നു വെൽക്കം മാഡം, എന്താ വേണ്ടത്. ലക്ഷ്മി പറയുകയാണ് കല്യാണപ്പുടവ വേണം. ഇതാണ് പെൺകുട്ടി, താലികിട്ട് കഴിഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരുമ്പോൾ മാറ്റി ഉടുക്കാനുള്ളതാ, നല്ല ഭംഗിയുള്ള സാരി ആയിരിക്കണം. സെയിൽസ് ഗേൾ പറയുന്നു നോക്കാം മാഡം വരൂ. നിധിക്ക് ഒരു സാരി വെച്ച് നോക്കിയിട്ട് ലക്ഷ്മി ചോദിക്കുന്നു ഇത് നല്ലതല്ലേ. നിധി പതിയെ സാന്ദ്രയോട് പറയുകയാണ് ഏട്ടത്തി എനിക്ക് ഈ കളറൊന്നും ഇഷ്ടമല്ല, ഒരു ടേസ്റ്റും ഇല്ലാത്ത ആളുകളോ. ഞാൻ വെറുതെ പറഞ്ഞതല്ല. സാന്ദ്ര പറയുന്നു പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു നിധി. മറ്റൊരു സാരി വെച്ച് നോക്കി ലക്ഷ്മി ചോദിക്കുന്നു സൂര്യ നിനക്ക് ഇഷ്ടമായോ. ആ സാരി എടുത്തു നോക്കി സൂര്യ ചോദിക്കുന്നു ഇതിന് എന്ത് വില വരും. സെയിൽസ് ഗേൾ പറയുന്നു 40,000 രൂപ വരും സാർ. സൂര്യ ചോദിക്കുന്നു എന്താ മമ്മി ഇത് ഇത്രയും വിലയോ. നിധി പതിയെ പറയുകയാണ് കണ്ടില്ലേ ബി പോസിറ്റീവ്. സൂര്യ പറയുകയാണ് കല്യാണപ്പുടവ മിനിമം 1,00,000 നിന്നെങ്കിലും തുടങ്ങണ്ടേ മമ്മി. കണ്ണു തള്ളി നിധിയും സാന്ദ്രയും സൂര്യയെ നോക്കുകയാണ്. ലക്ഷ്മി പറയുന്നു സോറി മോനെ നമുക്ക് അത് നോക്കാം. സെയിൽസ് ഗേൾ പറയുന്നു എന്നാൽ അപ്പുറത്തെ സെക്ഷനിലോട്ട് പോകാം സർ. ശരി എന്ന് പറഞ്ഞ് സൂര്യ സെയിൽസ് ഗേളിന്റെ പിന്നാലെ പോവുകയാണ്. ലക്ഷ്മിയും അരുണും അവിടെ നിന്ന് പോകുന്നു. സാന്ദ്ര പറയുന്നു വിചാരിച്ചതുപോലെയല്ല, ചെറുക്കന് നിന്നോട് ഇഷ്ടക്കുറവൊന്നുമില്ല കണ്ടില്ലേ വാ. ഈ സമയമെല്ലാം കാറിന്റെ അരികിൽ നിൽക്കുകയാണ് സുധീഷ്. തുടർന്ന് സാരി സെലക്ട് ചെയ്യുകയാണ് ലക്ഷ്മിയും സാന്ദ്രയും. തൊട്ടരികിൽ സൂര്യയും അരുണും ഉണ്ട്. നിധി മാറി നിൽക്കുമ്പോൾ സൂര്യ പറയുന്നു നിധി ഇങ്ങി വാ. അരികിലേക്ക് വന്ന നിധിയോട് സൂര്യ ചോദിക്കുകയാണ് താൻ എന്തിനാ ഇങ്ങനെ മാറി നിൽക്കുന്നത്, ഇയാൾക്ക് സാരി എടുക്കാനാ നമ്മൾ വന്നത്. അരുൺ പറയുന്നു നിധി ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ലക്ഷ്മി പറയുകയാണ് ഇത് കൊള്ളാം നിധി ഇങ്ങി വാ മോളെ. നിധി അരികിലേക്ക് ചെന്നിരിക്കുമ്പോൾ സാരി വെച്ച് നോക്കിയിട്ട് ലക്ഷ്മി പറയുകയാണ് ഇത് നന്നാകും. നിധി വിഷമത്തോടുകൂടി സാന്ദ്രയെ നോക്കുകയാണ്. അപ്പോൾ സാന്ദ്ര പറയുന്നു നിനക്കേതാ ഇഷ്ടമായതെന്ന് നോക്ക്. ഒരു സാരി എടുത്തു കാണിച്ച് നിധി ചോദിക്കുന്നു ഇത് നല്ലതല്ലേ, നന്നായിരിക്കുന്നു എന്ന് സാന്ദ്ര പറയുമ്പോൾ ലക്ഷ്മി പറയുകയാണ് അയ്യേ കല്യാണ സാരി എന്ന് പറയുമ്പോൾ തിളങ്ങി നിൽക്കണം, ഫോട്ടോയിൽ കാണുമ്പോഴേ ഇങ്ങനെ എടുത്തു നിൽക്കണം, ഇത് മതി, ഇത് പോരെ സൂര്യ. ഇത് കേട്ട് നിധിയുടെ മുഖം വാടുകയാണ്. അരുൺ പറയുന്നു ആന്റി സെലക്ട് ചെയ്തത് തന്നെ എടുത്തോ. നിധി അത് നന്നായിട്ടുണ്ട്, ആ സാരി ഇങ്ങ് എടുത്തേന്ന് പറഞ്ഞ് ലക്ഷ്മി സെലക്ട് ചെയ്ത സാരിയും നിധി സെലക്ട് ചെയ്ത സാരിയും നോക്കുകയാണ് സൂര്യ. സൂര്യ പറയുന്നു നിധി എടുത്തത് മതി അമ്മേ, ഇതാ നല്ലത്. ഇത് കേട്ട് ലക്ഷ്മിയുടെ മുഖം വാടുമ്പോൾ സാന്ദ്രയും അരുണും സന്തോഷത്തോടുകൂടി നിധിയെ നോക്കുകയാണ്. നിധി എടുത്ത സാരി സെയിൽസ് ഗേളിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് സൂര്യ പറയുന്നു ഇത് പാക്ക് ചെയ്തോളൂ. സെയിൽസ് ഗേൾ പറയുകയാണ് ശരി സാർ. സൂര്യയും ലക്ഷ്മിയും അരുണവും അവിടെ നിന്ന് പോകുമ്പോൾ സാന്ദ്ര പറയുന്നു ഇപ്പൊ കണ്ടില്ലേ എന്തെന്ന് നിധി ചോദിക്കുമ്പോൾ സാന്ദ്ര പറയുന്നു സൂര്യയുടെ അമ്മ ഇഷ്ടപ്പെട്ടതല്ലോ സൂര്യ സെലക്ട് ചെയ്തത്, നിനക്ക് ഇഷ്ടമായതല്ലേ, അത് നിന്നോട് അത്രയ്ക്ക് സ്നേഹമുള്ളത് കൊണ്ടല്ലേ, നീ എന്താ ഇപ്പോഴും ഒരു സന്തോഷം ഇല്ലാത്തതുപോലെ. നിധി പറയുന്നു കാണിച്ചത് കൊണ്ട് എനിക്കത് ഇഷ്ടമായെന്ന് പറഞ്ഞേ ഉള്ളൂ, അതിനർത്ഥം എനിക്കത് വേണമെന്നല്ല. കല്യാണത്തെ പറ്റി ആളുകളോട് പറയുമ്പോൾ ചിലവാക്കിയ കണക്ക് ഇത്തിരി കൂടുതലാകുന്നതും ചിലർക്കൊരു അഭിമാനമല്ലേ. സാന്ദ്ര ചോദിക്കുന്നു നീ എന്തിനാ ഇങ്ങനെ അനാവശ്യമായി ചിന്തിച്ചു കൂട്ടുന്നത്. ആദ്യം സൂര്യയോടൊന്ന് സംസാരിക്ക്, നിന്റെ പ്രശ്നം അപ്പ തീരും എനിക്കുറപ്പാ. വാ പർച്ചേസ് ഇനിയും ബാക്കിയുണ്ട്. പിന്നീട് കാണിക്കുന്നത് പണിക്ക് പോകാനായി ഇറങ്ങി ഹരീഷിന്റെ ബൈക്കിലേക്ക് കയറുന്ന സുഭാഷ് പറയുന്നു പോകാം. ഈ സമയം കാറിൽ അവിടേക്ക് വരികയാണ് കവിതയുടെ വീട്ടുകാർ. ഇത് കണ്ട് ബൈക്കിൽ നിന്നും ഇറങ്ങുകയാണ് സുഭാഷും ഹരീഷും. ദേഷ്യത്തോടുകൂടി കാറിൽ നിന്നും ഇറങ്ങിയ കവിതയുടെ അമ്മ പറയുന്നു സംസാരം കേട്ടപ്പോൾ ഞങ്ങളൊക്കെ വിചാരിച്ചു കാശിനിത്തിരി കുറവുണ്ടെങ്കിലും തങ്കപ്പെട്ട മനുഷ്യരാണെന്ന്, നാട്ടിൽ ചോദിക്കാൻ തോന്നിയതേ ഞങ്ങളുടെ ഭാഗ്യം. അമ്മാവൻ പറയുന്നു സ്വന്തം വലിയച്ഛൻ പോലും ഇങ്ങനെ പറയണമെങ്കിലേ മറ്റുള്ളവരോട് കാര്യം അന്വേഷിക്കണോ. പുഷ്കരൻ ചോദിക്കുന്നു അമ്മ മരിച്ചുപോയെന്നല്ല പറഞ്ഞത്, നിങ്ങളുടെ അച്ഛൻ ചവിട്ടിക്കൊന്നതാ അല്ലേ. കവിതയുടെ അമ്മ പറയുകയാണ് അല്ല, ജയിലിൽ നിന്ന് വന്നപ്പോൾ വേറൊരു സ്ത്രീയെ കെട്ടിയെന്ന് കേട്ടു, ആ സ്ത്രീ എവിടെ പോയി. അമ്മാവൻ ചോദിക്കുന്നു ആളുകളെ പറ്റിച്ച് കല്യാണം നടത്താമെന്ന് വിചാരിച്ചോ. അമ്മ പറയുകയാണ് അന്വേഷിക്കാതെ കല്യാണം നടത്തിയിരുന്നെങ്കിലേ എന്റെ മോളുടെ ജീവിതം ഇല്ലാതായനെ. ഇത് കേട്ട് ഹരീഷ് പറയുന്നു എന്നാ പിന്നെ ആദ്യം പോയി മകളുടെ ജീവിതം നഷ്ടപ്പെടാതെ നോക്ക്. ഇത് കേട്ട് സുഭാഷ് ഹരീഷ് എന്ന് വിളിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ് നിങ്ങളുടെ മകളെ ഞങ്ങളെ പിടിച്ചോണ്ട് വന്നിട്ടില്ലല്ലോ, ഇപ്പോഴും തീരുമാനം നിങ്ങളുടെയല്ലേ, ചെല്ല്. പുഷ്കരൻ പറയുന്നു ആഹാ അത് ശരി, സത്യം ഞങ്ങൾക്ക് മനസ്സിലായെന്ന് കണ്ടപ്പോൾ ഇനിയിപ്പം കോപിച്ചിട്ട് കാര്യമില്ല മക്കളെ. നിങ്ങളുടെ അച്ഛൻ എവിടെ, അങ്ങേരെ വിളിക്ക്. അച്ഛൻ പുറത്തേക്ക് പോയിരിക്കുകയാണെന്ന് സുഭാഷ് പറയുമ്പോൾ പുഷ്കരൻ പറയുകയാണ് അയാളെ കണ്ട് 4 വർത്താനം പറഞ്ഞിട്ടേ ഇനി കാര്യമുള്ളൂ, എന്നിട്ടേ ഞങ്ങൾ മടങ്ങും. ഹരീഷ് പറയുന്നു ആരോ
പറഞ്ഞത് കേട്ടിട്ട് കല്യാണം വേണ്ടെന്ന് നിങ്ങൾ തീരുമാനിച്ചതല്ലേ, പിന്നെന്തിനാ വീടിന്റെ മുന്നിൽ വന്ന് ബഹളം വെക്കുന്നത്? തിരിച്ചു പോയാ പോരെ? ഇത് കേട്ട് അമ്മ പറയുന്നു, ഇപ്പോഴാ ശരിക്കുള്ള സ്വഭാവം പുറത്തു വന്നത്. കവിതയുടെ അച്ഛന്റെ അമ്മയുടെ അരികിലേക്ക് ചെന്ന സുഭാഷ് പറയുന്നു, ഞങ്ങൾ അവിടെ വന്നതും നിങ്ങളുടെ കുട്ടിയെ പെണ്ണ് കണ്ടതും തെറ്റ്. നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ വേറെ ബന്ധം നോക്കിക്കോളൂ. ദയവ് ചെയ്ത് ബഹളം വെക്കാതെ ഒന്ന് പോണം. ആ മാമൻ പറയുന്നു, ഇവരോടൊക്കെ സംസാരിച്ചിട്ട് എന്തിനാ, വാ പോകാം. എടി വാ പോകാന്ന് പറഞ്ഞ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പുഷ്കരൻ അവിടെ ഒന്ന് പോവുകയാണ്. ഹരീഷ് ദേഷ്യത്തോടു കൂടി നിൽക്കുമ്പോൾ തോളിൽ കൈവച്ച് സുഭാഷ് പറയുന്നു, വിടടാ, നമുക്കിത് പുതിയ കാര്യമാണോ? അല്ലല്ലോ, പോണെ പോട്ടെ, നീ വണ്ടി എടുക്ക്, അല്ലെ തന്നെ പണിക്ക് വൈകി. ആ പിന്നെ നികേഷിനോടൊന്നും പറയണ്ട, അവന് വലിയ വിഷമമാകും. അങ്ങനെ അവർ ബൈക്കിലേക്ക് കയറുകയാണ്. ഹരീഷ് കണ്ണാടിയിലൂടെ കാണുകയാണ് സുഭാഷ് കണ്ണീര് തുടയ്ക്കുന്നതായി. ഹരീഷ് വിഷമത്തോടുകൂടി കണ്ണാടിയിലൂടെ സുഭാഷിനെ തന്നെ നോക്കിയിരിക്കുകയാണ്. സുഭാഷും കണ്ണാടിയിലൂടെ ഹരീഷിനെ ശ്രദ്ധിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് സുധീഷിന്റെ അരികിലേക്ക് വന്ന് അരുൺ ചോദിക്കുന്നു, സുധീഷ് നീ ഇവിടെ നിൽക്കുക. സുധീഷ് പറയുന്നു, പുറത്ത് നല്ല വെയില്, അകത്താകുമ്പോൾ AC ഉണ്ടല്ലോ. പുഞ്ചിരിച്ച അരുൺ പറയുന്നു, നീ കൊള്ളാലോ. അതെ, ഒരു കാര്യം ചെയ്യ്, കാറിൽ എന്റെ ഫോൺ ഇരിപ്പുണ്ട്, അതൊന്ന് എടുത്തോണ്ട് വാ. ഓക്കെ സാർ എന്ന് പറഞ്ഞ് സുധീഷ് അവിടെ നിന്ന് പോവുകയാണ്. കാറിൽ നിന്നും ഫോൺ എടുത്തുകൊണ്ടുവന്ന് അരുണിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് സുധീഷ് ചോദിക്കുന്നു, അതെ കല്യാണമാണോ സാർ? അരുൺ പറയുകയാണ്, അതെ. എങ്ങനെ മനസ്സിലായി? സുധീഷ് പറയുന്നു, അല്ല ഇവിടെ ആളുകൾ വരുന്നത് മിക്കവാറും വെഡിങ് സാരീസ് എടുക്കാൻ വേണ്ടിട്ടാ. അല്ല ആരുടെ കല്യാണമാണ് സാർ? അരുൺ പറയുന്നു, എന്റെ അനുജത്തിയുടെ കല്യാണമാ. ഈ സമയം സാന്ദ്ര അവിടേക്ക് വരികയാണ്. സുധീഷ് പറയുന്നു, അല്ല പറഞ്ഞപ്പോഴേക്കും അനുജത്തി എത്തിയല്ലോ, വിഷ് യു എ ഹാപ്പി മാരീഡ് ലൈഫ്. അരുൺ പറയുന്നു, ഇതെന്റെ ഭാര്യയാടോ. സുധീഷ് പറയുകയാണ്, അയ്യോ സോറി കേട്ടോ. സാന്ദ്ര ചോദിക്കുന്നു, നെറ്റിയിലെ സിന്ദൂരവും കഴുത്തിലെ താലിയും കണ്ടിട്ടും എന്റെ വിവാഹം കഴിഞ്ഞതാണെന്ന് മനസ്സിലായില്ലേ? ചമ്മലോടുകൂടി സുധീഷ് മനസ്സിൽ പറയുന്നു, അതൊക്കെ ആര് നോക്കുന്നു? നിധിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അരുൺ പറയുന്നു, എന്റെ അനുജത്തി ദേ നിൽക്കുന്നു. സുധീഷ് തിരിഞ്ഞ് നിധിയെ നോക്കുമ്പോൾ സാന്ദ്രയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവുകയാണ്. അരുൺ ആലോചിച്ച് നിൽക്കുന്ന നിധിയെ നോക്കിക്കൊണ്ട് സുധീഷ് മനസ്സിൽ പറയുകയാണ്, ഷേ കല്യാണം ഉറപ്പിച്ചതാണോ? കല്യാണ പെണ്ണ് ഇവിടെ. അപ്പൊ ചെറുക്കൻ? സൂര്യയെ നോക്കിക്കൊണ്ട് സുധീഷ് പറയുന്നു, അയ്യോ ദൈവമേ, ഈ വേട്ടാവളിയനോ? ഷേ. അങ്ങനെ വിഷമത്തോടുകൂടി നിധിയെ തന്നെ നോക്കി നിൽക്കുന്ന സുധീഷിനെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. സാന്ദ്ര പറഞ്ഞത് പ്രകാരം സൂര്യയോട് തനിച്ച് സംസാരിക്കാൻ തീരുമാനിക്കുകയാണ് നിധി. സുധീഷ് കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ നിധിയും സൂര്യയും ബാക്ക് സീറ്റിൽ ഇരിക്കുകയാണ്. സുധീഷ് അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. നിധിക്ക് പറയാനുള്ളതെല്ലാം സൂര്യയോട് പറയുകയാണ്. എനിക്ക് ചില ഡ്രീംസ് ഉണ്ട്. കല്യാണം കഴിഞ്ഞാലും എനിക്ക് പഠിക്കണം, വലിയ ആർക്കിടെക്ട് ആകണം, കുറെ ഭംഗിയുള്ള കെട്ടിടങ്ങളെ ഡിസൈൻ ചെയ്യണം. ഇതെല്ലാം കേട്ട് പുഞ്ചിരിച്ച് കാർ ഡ്രൈവ് ചെയ്യുകയാണ് സുധീഷ്. സൂര്യ പറയുന്നു, ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് നിധി. നിധി ഞെട്ടി സൂര്യയെ നോക്കുകയാണ്. സുധീഷും അവരെ ശ്രദ്ധിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് സുഭാഷിന്റെ വിവാഹം മുടക്കിയത് ഗംഗാധരനാണെന്നറിഞ്ഞ ഭാസ്കരൻ വളരെ ദേഷ്യത്തോടുകൂടി ഗംഗാധരന്റെ നേരെ വരികയാണ്. ചായക്കടയിലിരിക്കുന്ന ഗംഗാധരനെ ഭാസ്കരൻ തല്ലാനായി വരുമ്പോൾ ഓടിക്കൂടിയ നാട്ടുകാർ അവരെ പിടിച്ചു മാറ്റുകയാണ്. ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് വന്ന സുഭാഷ് ഭാസ്കരനെ പിടിച്ചു മാറ്റി ദേഷ്യത്തോടുകൂടി ചോദിക്കുന്നു, ഞങ്ങളോടുള്ള സ്നേഹമാണോ അച്ഛൻ ഈ കാണിക്കുന്നത്? എങ്കിൽ അത്രയും സ്നേഹം ഞങ്ങൾക്കിനി വേണ്ട. ഇത് കേട്ട് വിഷമത്തോടുകൂടി സൈക്കിളിൽ കയറി അവിടെ നിന്ന് പോവുകയാണ് ഭാസ്കരൻ. സുഭാഷ് വിഷമത്തോടുകൂടി ആലോചിച്ച് ഭാസ്കരൻ പോകുന്നത് നോക്കി നിൽക്കുകയാണ്. നാട്ടുകാരെല്ലാവരും അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.